പോലും റാങ്ക് ലിസ്റ്റ് പോലും ചിലപ്പോൾ പെടണമെന്നില്ല. സൈക്കോളജി മുഴുവൻ സ്കോർ ചെയ്യാൻ പറ്റും തന്നെ സാറിന്റെ സൈലത്തിൽ സാറിന്റെ പേര് കൊണ്ട് ചേർന്നു. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കയറി കഴിഞ്ഞാലും അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റില്ല. 100% നമ്മുടെ കൂടെ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ UP സ്കൂൾ ടീച്ചർ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ സ്വാതിയും കൂടെ കട്ടയ്ക്ക് കമ്പൈൻ സ്റ്റഡിക്ക് കൂടെ ഉണ്ടായിരുന്നതും പിന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ 7ാം റാങ്കും നേടിയ ശ്രീജിനയുമാണ് കൂടെ ഉള്ളത്. ആദ്യം നമുക്ക് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കാം. കൺഗ്രാജുലേഷൻ. കൺഗ്രാജുലേഷൻ. ഇനി വിശേഷങ്ങൾ നമുക്ക് എന്തായാലും ചോദിച്ചറിയാം. സ്വാതി, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഒരു മുൻനിര റാങ്ക് പ്രതീക്ഷിച്ചിരുന്നോ? സാറേ, മുൻനിര റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു. ഒരു 10-നുള്ളിൽ തന്നെ റാങ്ക് കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ 1ാം സ്ഥാനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെയധികം സന്തോഷം ഇങ്ങനെ റാങ്ക് കിട്ടിയതിൽ. രണ്ടുപേരും കമ്പൈൻ സ്റ്റഡി എന്ന് മുതലാണ് അല്ലെങ്കിൽ എപ്പോൾ മുതലാണ് രണ്ടുപേരും കൂടെ പഠിക്കാൻ തുടങ്ങിയത്? 2021 മുതൽ 2021 മുതൽ തുടർച്ചയായിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളം 2.5 വർഷത്തോളം ആ കമ്പൈൻ സ്റ്റഡി ഒരു ബ്രേക്കും ഇല്ലാണ്ട് അന്ന് മുതലുള്ള കൂട്ടാണ്. റാങ്ക് ലിസ്റ്റിലും ആദ്യത്തെ 10-നുള്ളിൽ ഒരുപോലെ വന്നു. അപ്പോ അച്ഛനും അമ്മയൊക്കെ ഈ റാങ്ക് ഫസ്റ്റ് റാങ്ക് ആണെന്നൊക്കെ അറിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? വല്ലാത്ത ഭയങ്കര സന്തോഷമാണ് അച്ഛനും അമ്മക്കൊക്കെ. അച്ഛൻ എന്റെ അച്ഛൻ നമ്മുടെ സാധാരണ കുടുംബം. അപ്പൊ അച്ഛൻ ലോട്ടറി വെക്കുന്നതാണ്, പിന്നെ അമ്മ വീട്ടുജോലി മാത്രം. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് അച്ഛന് മക്കളൊക്കെ നല്ല നിലയിലെത്തുന്നത് ഭയങ്കര ആഗ്രഹമാണ്. ഒരുപാട് നിന്റെ ഇഷ്ടം പോലെ നീ പഠിച്ചോന്ന് എന്നോട് എപ്പം പറയാം. അപ്പൊ അതുകൊണ്ട് ഈ 1ാം റാങ്ക് കേട്ടപ്പോ പിന്നെ സംസാരിക്കുന്നതോടൊപ്പം പിന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല. അത്രക്ക് ഒരു എന്നോട് സന്തോഷം കണ്ടീരാന്നാ പറഞ്ഞ്. അത്രക്ക് സന്തോഷമായി അച്ഛന്. സ്വാതിന്റെ പഠനത്തില് സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ്? ഏകദേശം സാറേ പറയില്ല 100% സപ്പോർട്ട് തന്നെയാണ്. ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പഠിച്ച് 2 മക്കളുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളാണ്. 2 കുട്ടികളെ കാര്യമൊക്കെ അമ്മയും ഹസ്ബൻഡും നോക്കുക. എന്നെ അവരുടെ കാര്യങ്ങളിൽ ഒന്നിനും ഇടപെടിക്കാറില്ല. എന്നോട് പറയും നീ പഠിച്ചോ, അതിലെല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നത് തന്നെയാണ് പറയാറ്. നമ്മള് കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ഈ കുട്ടികളും അടുക്കള പണികളൊന്നും ഉള്ളത് കൊണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ അപ്പൊ നമ്മളെപ്പോഴും പറയുന്നതാണ് എന്ത്, അവർക്കുള്ളൊരു വഴികാട്ടിയാണ്. അപ്പൊ എന്തായാലും അമ്മേനോട് ചോദിക്കും, അമ്മ എന്തിനാ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ കുട്ടികൾ ചോദിച്ചിട്ടൊക്കെ ഉണ്ടാവും. കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും അവര് പറയും ഇത് എപ്പോ നോക്കിയാലും അമ്മക്ക് പഠിക്കാനേ നേരുള്ളൂ, ഏത് സമയത്ത് വരുമ്പോ അമ്മ പഠിക്കലാന്ന്. അപ്പൊ ഞാൻ പറയും പിന്നെ മക്കളെ, നിങ്ങളെ ചെറിയ കുട്ടികളെ അമ്മക്കൊരു ടീച്ചറാവണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലേ, അപ്പൊ അമ്മ അങ്ങനെ ആവണ്ടേ, അപ്പൊ ചോദിക്കും എന്നോട് നമ്മളെ പഠിപ്പിക്കുമെന്ന് ചോദിക്കും. ഞാൻ നിങ്ങളെയും പഠിപ്പിക്കും, എല്ലാരും പഠിപ്പിക്കാൻ ഒരു അവസരല്ലേ. നിങ്ങളെ പഠനത്തില് സൈലം എങ്ങനെയാണ് ഒരു മുതൽക്കൂട്ടായത്? സൈലത്തിനെ പറ്റി പറയലാണെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ 100 മാർക്കിൽ, അപ്പൊ അതിൽ 80 മാർക്കും എല്ലാ കുട്ടികൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. കാരണം 80 മാർക്കും നമ്മൾ ജനറൽ PSC പഠിച്ചാൽ എല്ലാവർക്കും നേടിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതിലൊരു സൈക്കോളജി എന്ന് പറഞ്ഞൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 20 മാർക്കാണ്. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നമുക്കൊരു ക്ലാസ് ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ 2020 പരീക്ഷ എഴുതിയ ഒരാളാണ്. അപ്പോൾ അന്ന് സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നു. അന്നും എനിക്ക് സൈക്കോളജി എങ്ങനെ പഠിക്കണമെന്ന് യാതൊരു ധാരണയും ഉണ്ടായിട്ടില്ല. ലാംഗ്വേജിന്റെ വിഷയമുണ്ട്, അത് വായിച്ചാൽ മനസ്സിലാവാത്തൊരു വിഷയമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിക്കല്ലോ. അപ്പോഴാണ് ഈ സൈലത്തിനെ പറ്റിയും മൻസൂർ അലി സാറിനെ പറ്റിയും കേട്ടത്. അപ്പോൾ തോന്നി സൈലത്തിൽ സൈക്കോളജി മാത്രം സൈലം പ്രിഫർ ചെയ്യാന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൽ കണ്ണൂർ ജില്ലയിലെ 1ാം റാങ്കിൽ നിൽക്കാൻ തന്നെ കാരണം ഈ സൈലം PSC ആണ്. കാരണം ഈ അതിലെ സൈക്കോളജി ക്ലാസ് അതിൽ 20 മാർക്ക് സ്കോർ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ സാറിന്റെ ക്ലാസ് ഞാൻ പണ്ടേ കാണലുണ്ട്. ഞാൻ ഏച്ചി ഫോൺ ഉപയോഗിക്കാത്ത ഒരാളാണ്. ഞാനാണെങ്കിൽ ഫോണിലെ എല്ലാ ക്ലാസ്സും കാണും അങ്ങനത്തെ. അപ്പോൾ സാറിന്റെ ക്ലാസ് പണ്ടേ കാണും. പിന്നെ സൈലത്തിലാണ് സൈക്കോളജി ഫുൾ പഠിച്ചത്. എനിക്കും അതുപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇനിയിപ്പം അടുത്ത LPUP എഴുതുന്ന കുട്ടികളുണ്ടാവും, തന്നെ തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള നിങ്ങളുടെ കൂടെ എഴുതിയിട്ട് വീണുപോയവരുണ്ടാവും. അപ്പൊ ആ വീണുപോയവരോടും ഇനി അടുത്ത LPUP ലക്ഷ്യം വെക്കുന്നവരോടും ഒക്കെ എന്താണ് ഒരു നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എന്നുള്ളത് പറയാനുള്ളത്? സാറേ, നമ്മള് കൃത്യമായിട്ടുള്ള സിലബസ്, ആ സിലബസിനെ ആഴത്തിൽ അറിയാം. ആ സിലബസ് അറിഞ്ഞിട്ട് അതിന് വേണ്ട മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അടുത്ത റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരാൻ വേണ്ടി സാധിക്കും. സ്വാതി ഇങ്ങനെ ഒരു ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ എത്രത്തോളം സന്തോഷം ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. എങ്ങനെയായിരുന്നു പഠിക്കുമ്പോഴൊക്കെ? പഠിക്കുമ്പോൾ ഞാൻ മക്കളെ നോക്കും, ഓർ കാറ്റൂല അങ്ങ് ഞാൻ തന്നെ നോക്കും.
ഓളോട് ഞാൻ പറയും ഭക്ഷണം കഴിഞ്ഞിട്ട് കൂട്ടുന്നു. അപ്പൊ ഇത്ര കാലം ഞാൻ തന്നെയാ പറഞ്ഞിട്ട് പഠിച്ച കല്യാണം കഴിഞ്ഞ അന്ന് വന്നേരേ പഠിക്കും. ഫുൾ സപ്പോർട്ടായിരുന്നു, എല്ലാം ചെയ്തു കൊടുത്തു, കുട്ടികളൊക്കെ നോക്കി. ഞാൻ കുട്ടികളെ നോക്കും, ഭക്ഷണം വെക്കും, എല്ലാ പണിയും വെക്കും. ഓള് ഭക്ഷണത്തിന് കഴിഞ്ഞ് വരും. അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു ജോലി കിട്ടണം. കിട്ടണമെന്നുണ്ടേനു. അല്ലേ? അങ്ങനെ ഇപ്പൊ അത് നേടി. കിട്ടിയാല് ഞാൻ ചോദിക്കും ഇതെന്താ മോളെ കിട്ടാതെ ഇപ്പം കിട്ടിയോണ്ട് നല്ല അതിന്റെ സമയം. അതും ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ 1ാം റാങ്ക് അത് വലിയൊരു വിജയമല്ലേ? ഇതിന്റെ ഒരു പകുതി ക്രെഡിറ്റ് അമ്മക്ക് തന്നെയാണ്. എന്താണെന്ന് വെച്ചാല് അവളെ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അമ്മ ഏത് സമയവും പറയുക. ഞാൻ എന്നാലും പറയൂല, പഠിക്കുമെന്ന് പറയൂല. അല്ല, അമ്മ കൂടുതൽ സമയം പറയും ഇത് പഠിക്കുന്ന സമയം. ഇനി എത്ര സമയം, രാവിലെ 10 മണിയായി കഴിഞ്ഞാൽ 10 മണി ആയില്ലേ നീ എന്നെ പോകുന്നില്ലേ എന്ന് ചോദിക്കും മുകളിൽ. ആ മുകളിൽ എന്ന് വെച്ചാൽ പിന്നെ മുകളിലേക്ക് നമ്മൾ ആരും കയറൂല, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവിടെ സ്റ്റെയർ കേസ് കയറുമ്പോൾ തന്നെ ഒരു അമ്മ പഠിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വരും. ആ സമയത്ത് തന്നെ എനിക്ക് തോന്നി ഇവർക്ക് എന്നെ കൊണ്ടാവും. അമ്മ കൊറേ പഠിച്ചായിരുന്നാ? എന്തൊക്കെയാ പഠിച്ചായിരുന്നേ? അറിയില്ല. എന്തിനാ അമ്മ പഠിച്ചായിരുന്നേ? ഫസ്റ്റ് ആവാനോ? ഇപ്പൊ ഫസ്റ്റ് ആയില്ലേ? അമ്മ ഇനി ടീച്ചർ ആവാൻ പോവാണേ. പഠിപ്പിക്കും. മോളിനി 1ാം ക്ലാസ്സിലൊക്കെ എത്തൂലേ? 1 എത്തിയിട്ട് പിന്നെ 2, 3 അങ്ങനെ അവസാനം 5ാം ക്ലാസ്സിൽ എത്തൂലേ? 5ാം ക്ലാസ്സിൽ എത്തുമ്പോ അമ്മയും അമ്മേന്റെ ഫ്രണ്ടും ആയിരിക്കും അവിടെ ടീച്ചർ. അതിനാണ് അമ്മ പഠിച്ചത്. മനസ്സിലായ? ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഭാവിയിലേക്ക്, ഇപ്പം UP, ഇനി അപ്പുറത്തേക്ക് നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു സ്വപ്നം ഉണ്ടോ? എന്നെ സംബന്ധിച്ച് സാറേ ഇനി അങ്ങനെ ഒരു, കാരണം സാർ ഇന്നത്തെ പറഞ്ഞല്ലോ മാക്സിമം എഫേർട്ട് എടുത്തു. കാരണം ഇനിയിപ്പോ അങ്ങനെ സിറ്റുവേഷൻ കിട്ടണമെന്ന് പോലും ഇല്ല. കാരണം അമ്മ പ്രായമായ അമ്മയാണ്. ടീച്ചർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു. ടീച്ചർ ആവണമെന്നുള്ളതാണ്. അത് ഏകദേശം എന്തായാലും ഷുവറായി. അത് ഫസ്റ്റ് റാങ്കിൽ തന്നെ അടിച്ചു, ഒരാൾ 7ാം റാങ്കിലും അടിച്ചു. രണ്ടുപേരും ഏകദേശം അടുത്ത് തന്നെ എന്ത് ചെയ്യും, നിയമനം തുടങ്ങുമ്പോൾ തന്നെ പോസ്റ്റിംഗ് ആവുകയും ചെയ്യും. രണ്ടുപേർക്കും പറ്റുകയാണെങ്കിൽ ഒരുമിച്ച് തന്നെ, അതായത് കമ്പൈൻ സ്റ്റഡിക്ക് ഒരുമിച്ച് നിന്നതുപോലെ തന്നെ ഒരുമിച്ച് ഒരു സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യാനും കൂടെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജീവിതത്തിൽ ഇനിയും നല്ല കുറെ മുഹൂർത്തങ്ങൾ വന്നണയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻ.